നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. അപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ചൂടും ആകെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ജെണ്ടയുടെ അവിടെ ഒക്കെ ആയിരുന്നു പഠിച്ചത്. പഠനം പാതയോരത്തെ വൈദ്യുതി വെളിച്ചത്തിലിരുന്ന് താമസം വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ടാർപോളിൻ മേൽക്കൂരയുള്ള തൊഴുത്തിൽ അക്കാദമിക് രംഗത്ത് പരിമിതികളുടെ വൻമല തകർത്ത് തെക്കുംകര കാര്യാട് സ്വദേശി KR അഭിനവിന് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+. കൊച്ചുമിടുക്കന്റെ പോരാട്ടകഥ വീണയന്നു സ്പെഷ്യലിൽ. സന്തോഷ കൊടുമുടി കീഴടക്കിയിട്ടും ആറംഗ കുടുംബം കാത്തിരിക്കുന്നു അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീടിനായി. കാരുണ്യമതികളുടെ കരുതലിനായി വീണയന്നു സമർപ്പിക്കുന്നു അഭിനവിന്റെ ജീവിതകഥ. ഇന്ത്യ പാക് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച കുർബാനയിലായിരുന്നു പാപ്പയുടെ പരാമർശം. വെടിനിർത്തൽ ആഹ്ലാദകരം. മൺമറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ നിലപാടുകൾ തന്നെയാണ് തന്റേതെന്നും പ്രഖ്യാപനം. ലോകത്തെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളെ അപലപിച്ചു. മാർപ്പാപ്പയെ കേൾക്കാനും കാണാനും എത്തിയത് പതിനായിരങ്ങൾ. ലീഡർ K കരുണാകരന് അശ്രുപൂജയുമായി KPCCയുടെ പുതിയ നേതൃത്വം. മുരളി മന്ദിരത്തിലെത്തി കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. തിങ്കളാഴ്ച ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ലീഡർ സ്മൃതി കുടീരത്തിലെ പ്രാർത്ഥനാ ചടങ്ങ്. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലും അശ്രുപൂജയർപ്പിച്ചു. കേരളത്തിൽ UDFനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് കൊടും ചൂട്. തൃശൂരടക്കം 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത. തൃശൂരിൽ താപനില 36 ഡിഗ്രി. ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂരിൽ വീണ്ടും വൻ ലഹരി വേട്ട. 5 കിലോയിലധികം ഒറിയൻ സ്പെഷ്യൽ എന്ന തീവ്രത ലഹരിയുള്ള കഞ്ചാവുമായി ഒറീസ സ്വദേശി അരണാട്ടുകരയിൽ പിടിയിൽ. ഓട്ടോയിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പള്ളിക്ക് സമീപത്തു നിന്ന് പിടിയിലായത്. വിദ്യാർത്ഥികൾ, ദീർഘദൂര ഡ്രൈവർമാർ, ഗുണ്ടകൾ, ഇടപാടുകാർ. പ്രതി കൊച്ചിയിലെ ഹോട്ടൽ ജീവനക്കാരൻ. ഫോൺ പിടിച്ചെടുത്തു. ഇടപാടുകാരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ. സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്യുന്നതിനിടെ ഡോർ ചെക്കർക്ക് ദേഹാസ്വാസ്ഥ്യം. വടക്കാഞ്ചേരിയിൽ വെച്ചാണ് സംഭവം. നിറയെ യാത്രക്കാരുമായി തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ശ്രീഭദ്ര ബസ് കുതിച്ചത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക്. അത്യാഹിത വിഭാഗത്തിൽ പട്ടാമ്പി സ്വദേശി ശിവനെ എത്തിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. 48കാരനെ ജീവിത വഴിയിൽ തിരിച്ചെത്തിച്ച ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും അഭിനന്ദന പ്രവാഹം. മുക്കുമണ്ഡം പണയപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം. പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയുടെ അക്ഷര വെളിച്ചം ശ്രീ കേരളവർമ്മ പൊതുവായനശാലയ്ക്ക് കരുത്തുറ്റ നേതൃത്വം. വി മുരളി വീണ്ടും പ്രസിഡന്റ്. ജി സത്യനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. PK സുബ്രഹ്മണ്യൻ, MK ഉസ്മാൻ കോർഡിനേറ്റർമാർ. ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ്. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അത്താണി ആനേടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി നാരായണീയ പാരായണം. മലയാള മാസത്തിലെ അവസാന ഞായറാഴ്ച നടക്കുന്ന പാരായണത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളെത്തി.
ആത്മീയാചാര്യൻ കെ വിജയൻ മേനോൻ നേതൃത്വം നൽകി. പാർലിക്കാട് സെന്റ് മേരീസ് കപ്പേളയിൽ ദൈവമാതാവിന്റെ തിരുനാൾ ഭക്തിയാവേശ ലഹരി തീർത്തു. ജവഹർ ബാൽ മഞ്ച് അവളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാമ്പഴം ഏകദിന ക്യാമ്പ്. മണിത്തറ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ അറിവിന്റെ പുതുതലം പകർന്നു നൽകി കുട്ടികളുടെ ഉത്സവം. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയെ അനുസ്മരിച്ചു. വിവിധ മേഖലയിലെ പ്രതിഭകളെ ആദരിച്ചു. നോവലിസ്റ്റ് VM ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് മുൻ മെമ്പറും CPM നേതാവുമായ രാമരാജൻ അന്തരിച്ചു. നിലവിലെ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തിയുടെ ഭർത്താവാണ്. ഹൃദയസ്തംഭനമാണ് മരണകാരണം. സംസ്കാരം തിങ്കളാഴ്ച നടക്കും.